2012 മെയ് മാസം 21 ചെന്നൈ സീ തമിഴ് സൊൽവതെല്ലാം ഉണ്മ ടീമിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഇപ്പോൾ മറുവശത്ത് സംസാരിച്ചയാൾ തന്റെ പേര് സതീഷ് കുമാർ എന്നും വിളിപ്പുറത്തെ എം കുച്ചിപ്പാളയം സ്വദേശിയാണ് താനെന്നും അതേ നാട്ടിലെ ഭാർഗവി എന്ന പെൺകുട്ടിയുമായി താൻ പ്രണയത്തിലാണെന്നും ഇക്കാര്യം അറിഞ്ഞ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇരുവർക്കും സുരക്ഷ ആവശ്യമാണെന്നും ആ ഫോൺ കോളിലൂടെ പറയാൻ തുടങ്ങി. ഇതുപോലെ ധാരാളം കേസുകൾ അവർ കണ്ടതിനാൽ അടുത്ത ദിവസം തന്നെ ഓഫീസിലേക്ക് വന്നോളൂ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പറഞ്ഞ സമയത്ത് തന്നെ എത്തിയ ആ രണ്ടുപേരെയും വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ആ സംഘം അന്വേഷിച്ചു. കൂടാതെ അവരുടെ മാതാപിതാക്കളോടും വരാൻ ആവശ്യപ്പെട്ടു. അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി, ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഷൂട്ടിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഷൂട്ടിംഗ് സ്ഥലം മുഴുവനും സ്തംഭിച്ചു പോകുന്ന ഒരു വാർത്ത അവർക്ക് ലഭിച്ചു. ഈ വാർത്ത കേട്ട അവർ ഷൂട്ട് തുടരണോ അതോ ഇതോടുകൂടി അവസാനിപ്പിക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായി. എങ്കിലും ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത അവർ റെക്കോർഡ് ചെയ്യുകയും അത് സംപ്രേഷണം ചെയ്യാനും തീരുമാനിച്ചു. സാധാരണയായി ഈ ഷോയിൽ വരുന്നവർക്ക് അവരുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ലഭിക്കുക. പക്ഷേ ഇവിടെ ഇവർ ഈ ഷോയിലേക്ക് വന്നതിന് ശേഷം ഒരു പുതിയ പ്രശ്നം തന്നെ ഉടലെടുക്കാൻ തുടങ്ങി. തമിഴ്നാടിനെ മുഴുവനും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ 3 കൊലപാതകങ്ങൾ ചെയ്ത ഒരു ക്രൂരനായ കൊലയാളി ആ ഷോയിലൂടെയാണ് പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ കൊലയാളി ആരാണ്? എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്? എങ്ങനെയാണ് ഇത് പുറം ലോകം അറിഞ്ഞത്? പോലീസ് എന്താണ് പിന്നീട് ചെയ്തത്? ഇങ്ങനെ നിങ്ങൾക്ക് പോലും അറിയാത്ത പല ഞെട്ടിപ്പിക്കുന്ന സത്യം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇത് ഏത് തരത്തിലുള്ള ഷോയാണെന്ന് നിങ്ങൾക്കറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. അറിയാത്തവർക്ക് ലളിതമായി പറയാം, കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് അവർക്കിടയിൽ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ ഒരു കേസ് പൊതുജനങ്ങളുടെ മുൻപിലിരുന്ന് അന്വേഷിക്കും. അവർ അതിനുള്ള ഉപദേശം നൽകുകയും പരിഹാരം നൽകുകയും ചെയ്യും. അതാണ് ഈ ഒരു ഷോ. അതുപോലെ തന്നെ ഒരു പരിഹാരത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഇവിടെ എത്തിയ സതീഷ് കുമാറിന് 24 വയസ്സ് പ്രായമുണ്ട്. ഭാർഗവിക്ക് 16 വയസ്സ് മാത്രമേ ഉള്ളൂ. അവൾ ഇപ്പോഴാണ് +2 പരീക്ഷ എഴുതിയത്. ഇത് ആ ടീമിന് വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമായിരുന്നു. എങ്കിൽ പോലും അവർ സുരക്ഷയ്ക്ക് വേണ്ടി വന്നതുകൊണ്ട് എല്ലാം ചോദിച്ചറിയണമെന്നുള്ള ഒരു ചിന്തയിൽ ആ ഷോ ആരംഭിച്ചു. ഇവർ 3 വർഷമായി പ്രണയത്തിലാണെന്നും ഭാർഗവിയുടെ അച്ഛൻ അവരെ ഭീഷണിപ്പെടുത്തിയതിനാൽ അവർ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു എന്നും പറഞ്ഞു. ഈ ഷോയുടെ അവതാരകയായ നിർമ്മല പെരിയസ്വാമി ഈ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടിയെ ഒരു സംശയത്തോടു കൂടി നോക്കി. പ്രണയം വീട്ടുകാർ അംഗീകരിക്കാത്തതുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നതായിരിക്കുമെന്നായിരുന്നു അവരാദ്യം ചിന്തിച്ചത്. നിനക്കിതുവരെയും പ്രായപൂർത്തിയായിട്ടില്ല, നീ നിന്റെ മാതാപിതാക്കളുടെ കൂടെ മാത്രമേ ജീവിക്കാവൂ എന്നും പറഞ്ഞു. അങ്ങനെ ആങ്കർ പറഞ്ഞപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഒരിക്കലും അത് മാത്രം സംഭവിക്കില്ല എന്നവൾ ശാഠ്യം പിടിക്കാൻ തുടങ്ങി. അവളുടെ ഒരു നിർബന്ധം കണ്ടപ്പോൾ ഇതിന് പുറകിൽ മറ്റെന്തോ ഒരു വലിയ സംഭവം ഉണ്ടായിരിക്കുമെന്ന് ആ ഒരു ടീമിന് തന്നെ മനസ്സിലായി. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അവളോട് വളരെ ശാന്തമായി ചോദിച്ചു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞത്, അച്ഛൻ തന്നെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴുത്തിൽ ഒരു കത്തി വെച്ചു. നീ നിന്റെ പ്രണയം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കുത്തിക്കൊല്ലുമെന്നവളെ ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം ഭാർഗവി കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി. എന്നാൽ ഇതും തൻ്റെ പ്രണയത്തെ സംരക്ഷിക്കാൻ ആ പെൺകുട്ടി പറയുന്ന ഒരു കള്ളമായിരിക്കും എന്ന ചിന്തയിൽ ശരി, തൻ്റെ അച്ഛൻ പിന്നെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിനുള്ള മറുപടി ആ പെൺകുട്ടി പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതില്ലായിരുന്നു എന്നൊരു പക്ഷേ ആ ടീം ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഈ സത്യം പുറത്തു വരില്ലായിരുന്നല്ലോ എന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ആ പെൺകുട്ടി എന്ത് പറഞ്ഞു എന്നറിയണ്ടേ? സ്വന്തം അച്ഛൻ തന്നെ തന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചുവെന്നാണ്. ചെറിയ കുട്ടി ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കാം എന്ന് കരുതിയ അവർ, അങ്ങനെ അദ്ദേഹം നിന്നോട് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ഇതിനാ പെൺകുട്ടി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവതാരക മതിയെന്ന് അത് നിർത്താൻ ആവശ്യപ്പെട്ടു. അതെ, ഒരല്പം പോലും അംഗീകരിക്കാൻ കഴിയാത്ത അച്ഛനെ പോലും വെറുപ്പോടുകൂടി മാത്രം നോക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും അസഹനീയമായ ഒരു പ്രവൃത്തി ചെയ്ത സ്വന്തം അച്ഛൻ. ഇതെല്ലാം കേട്ടതിന് ശേഷം എങ്ങനെയാണ്
പ്രായപൂർത്തിയാകുന്നതുവരെയും അച്ഛനോടുകൂടി മാത്രമേ ജീവിക്കാവൂ എന്നൊരാൾക്ക് പറയാൻ സാധിക്കുക? എന്തൊക്കെ സംഭവിച്ചാലും സ്വന്തം അച്ഛൻ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുമോ എന്ന് വീണ്ടും ആ പെൺകുട്ടിയോട് ചോദിച്ചു. അപ്പോഴാണ് അവൾ ഞെട്ടിപ്പിക്കുന്ന പല സത്യം പറയാൻ തുടങ്ങിയത്. ഈ ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി, എൻ്റെ അച്ഛൻ ഇതിനകം തന്നെ ഞങ്ങളെപ്പോലെ പ്രണയിച്ച 2 പേരെയും അതിലാ പെൺകുട്ടിയുടെ അച്ഛനെയും കൊന്നു. അവരുടെ ഡെഡ് ബോഡി ഞങ്ങളുടെ വീടിന് മുൻപിൽ തന്നെയാണ് കുഴിച്ചിട്ടത് എന്നും പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന ടീം മുഴുവനും ഞെട്ടിപ്പോയി. പെൺകുട്ടി പറഞ്ഞത് സത്യമാണോ എന്നറിയാനായി വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ച് അതേ ചോദ്യം തന്നെ ചോദിച്ചു. എത്ര തവണ ചോദിച്ചിട്ടും ആ പെൺകുട്ടി അതേ മറുപടിയാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് അവസാനിച്ചപ്പോഴാണ് അവളുടെ അച്ഛനെയും അമ്മയെയും ഷോയിലേക്ക് വരാൻ അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അയാൾ വല്ലാത്തൊരു അഭിനേതാവായിരുന്നു. അയാൾ പറയുന്നതെല്ലാം സത്യമെന്ന രീതിയിൽ അയാളുടെ ഭാര്യ രാജേശ്വരിയും എല്ലാ കാര്യങ്ങളും തലയാട്ടി സമ്മതിച്ചുകൊണ്ടേയിരുന്നു. മുരുകൻ വർഷങ്ങളോളം തൻ്റെ മകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇക്കാര്യം ഭാര്യയ്ക്കും അറിയാം. എങ്കിൽ പോലും ആ സ്ത്രീ സ്വന്തം മകളോട്, നീ ഇത് പുറത്ത് പറയരുത്, നിന്റെ അച്ഛൻ നിന്നെ കൊന്നുകളയും, ഇങ്ങനെ മകളെ ഭീഷണിപ്പെടുത്തിയതല്ലാതെ തൻ്റെ ഭർത്താവിനെ ശാസിക്കുകയോ എതിർക്കുകയോ ചെയ്തില്ല. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വാസം വരില്ലായിരിക്കും. പക്ഷേ സത്യം ഇതാണ്. സ്വന്തം ഭർത്താവ് തങ്ങളെ എത്ര പീഡിപ്പിച്ച് അല്ലെങ്കിൽ വേദനിപ്പിച്ചാലും അതെല്ലാം സഹിക്കുന്ന ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിന്, മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ രാജേശ്വരി അങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ ഈ ഷോയിൽ വന്നിരുന്നിട്ടുള്ള അയാളുടെ ആ ഒരു സംസാരവും അയാളുടെ സംസാരത്തിലുള്ള ആ ഒരു ഇടർച്ചയും കേട്ടപ്പോൾ തീർച്ചയായും ഇയാൾ കൊലപാതകം ചെയ്തിട്ടുണ്ടാകുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. എന്നാൽ എപ്പിസോഡിലുടനീളം അയാൾ തൻ്റെ മകളുടെ പ്രണയത്തിനെതിരായിരുന്നു. എന്നാൽ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള സംസാരം വന്നപ്പോൾ അവസാനം തൻ്റെ മകളുടെ കാമുകനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ചു. ആ ഷൂട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അവതാരകയുടെ കാലിൽ വീണ് ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന് മുരുകനും രാജേശ്വരിയും അപേക്ഷിച്ചു. പിന്നീട് സ്റ്റുഡിയോയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവർ ബസ്സിൽ കയറി. എന്നാൽ ആ സമയത്ത് അവർക്കറിയില്ലായിരുന്നു ഒരു ഡിറ്റക്റ്റീവ് ടീം പോലെ സീ തമിഴ് ടീം അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ അവർക്ക് മുൻപ് തന്നെ ആ ടീം ആ ഗ്രാമത്തിലേക്ക് എത്തി. രാജേശ്വരിയും ഭർത്താവും വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് അവർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവസാനം വരെയും അവർ വന്നില്ല. ഉടനെ ഈ സീ തമിഴ് ടീം മുരുകനെ ഫോൺ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചു. അതിനയാൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് വരാതെ മറ്റെവിടെയോ പോയി ഒളിച്ചത്. എന്നാൽ ചോദിച്ചപ്പോൾ വീട്ടിലാണെന്ന് കള്ളം പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 2022 മെയ് മാസം 28, 29 ഈ 2 തീയതികളിൽ ഈ എപ്പിസോഡ്സ് എല്ലാം സംപ്രേഷണം ചെയ്തു. അടുത്ത ദിവസം ഈ ഒരു എപ്പിസോഡ് തീ പോലെ പടർന്നു. ഈ വാർത്ത പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ സീ തമിഴ് പോലീസിലേക്ക് വന്ന പോലീസ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ആദ്യം ഭാർഗവിയെ ചോദ്യം ചെയ്തു. പിന്നീട് ഭാർഗവി പറഞ്ഞതുപോലെ അവളുടെ മുൻപിൽ JCB ഉപയോഗിച്ച് കുഴിച്ചു നോക്കി. സത്യത്തിൽ അവിടെ ഒരു അടച്ചിട്ട കിണർ ഉണ്ടായിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ ഏറെ സമയം അവിടെ കുഴിച്ചിട്ടും അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു പക്ഷേ ഭാർഗവി വെറുതെ പറഞ്ഞതായിരിക്കും. ആ ചെറിയ പെൺകുട്ടി പറഞ്ഞ കാര്യം കേട്ട് നമ്മളൊക്കെ വിഡ്ഢികളായോ എന്ന് പോലും പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ കുറേ മണിക്കൂറത്തെ തിരച്ചിലിന് ശേഷം ഒരു തലയോട്ടി അവിടെ നിന്നും കണ്ടെത്തി. പിന്നീട് പോലീസ് വളരെ ഗൗരവമായി അവിടെ തിരച്ചിൽ ആരംഭിച്ചു. അവസാനം അവർക്ക് 3 തലയോട്ടികൾ ലഭിച്ചു. ഈ 3 അസ്ഥികൂടങ്ങളും ഒരു ചാക്ക് വിരിച്ച് അതിന് മുകളിൽ വെച്ച് നിരത്തി. എന്നിട്ട് ഫോട്ടോ എടുത്തു. അവസാനം ഫോറൻസിക് പരിശോധനയ്ക്കായി എടുത്തുകൊണ്ടുപോയി. ഇപ്പോൾ ഈ കണ്ടെത്തിയ തലയോട്ടികൾ വെച്ച് തന്നെ ഭാർഗവി പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. 3 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഒളിവിലായ മുരുകനെയും രാജേശ്വരിയും തിരയാൻ തുടങ്ങി. അതേസമയം ഭാർഗവി ഇങ്ങനെ ഒരു സത്യം പറഞ്ഞ ഉടൻ തന്നെ ചാനൽ പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ കുറ്റവാളികൾ രക്ഷപ്പെടില്ലായിരുന്നു. ഞങ്ങൾ അവരെ പെട്ടെന്ന് പിടിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഒളിവിലാണ്. മാധ്യമങ്ങൾ നിയമം ഒരിക്കലും കയ്യിലെടുക്കരുത് എന്ന് പോലീസ് അവരെ ശാസിക്കാൻ തുടങ്ങി. തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ മുരുകൻ, ഭാര്യ രണ്ടുപേരും ഏത് ഫോൺ നമ്പറാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി. പക്ഷെ അയാൾ വീണ്ടും രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ഒരു പദ്ധതി അവർ തയ്യാറാക്കി. അയാളുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച പോലീസ്, ഞങ്ങൾ സീ തമിഴ് ടീമിൽ നിന്നാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം ഞങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരണം. ഇങ്ങനെ പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അയാളെ കാണാനായി ഒരു സ്പോട്ടും ഫിക്സ് ചെയ്തു. സാധാരണയായി പോലീസ് ജീപ്പിൽ തോക്കും വെടിയുണ്ടകളുമായി പോകുന്ന പോലീസ് ഇത്തവണ അല്പം വ്യത്യസ്തമായി പ്രസ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറിൽ വീഡിയോ ക്യാമറയുമായി ഷൂട്ടിന് പോകാൻ തുടങ്ങി.
മീഡിയയാണ് വരുന്നതെന്ന് വിശ്വസിച്ച് വന്ന അവനെയും അവന്റെ ഭാര്യയെയും ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുത്ത പോലീസിന്റെ സ്റ്റൈലിൽ അവരോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ അന്വേഷണത്തിൽ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. വെളിപ്പുറത്തെ നല്ലാൻപിള്ള പെട്രോൾ എന്ന സ്ഥലത്ത് ജനിച്ച മുരുകൻ +2 വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഒരു ദിവസം അവന്റെ കൂടെ പഠിച്ച മറ്റൊരു ഗ്രാമത്തിലുള്ള പെൺകുട്ടി തന്റെ വിവാഹത്തിന് അയാളെ ക്ഷണിക്കാനായി ആ ഗ്രാമത്തിലേക്ക് വന്നു. എന്നാൽ അങ്ങനെ വന്ന പെൺകുട്ടിയെ തന്നെ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിപ്പിച്ച് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. ആ പെൺകുട്ടി മറ്റാരുമല്ല, ഭാർഗവിയുടെ അമ്മയായ രാജേശ്വരിയാണ്. ഇങ്ങനെ തന്റെ വിവാഹത്തിന് ക്ഷണം നൽകാൻ പോയ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് ആ ഗ്രാമത്തിൽ അതൊരു വലിയ പ്രശ്നമായി. അങ്ങനെ അവർ അവിടെ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള കൊച്ചിപ്പാളയം എന്ന സ്ഥലത്തെത്തി അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ഭാർഗവി ജനിച്ചത്. അടുത്ത 5 വർഷത്തിനിടയിൽ 2 ആൺകുട്ടികളും ജനിച്ചു. വല്ലാത്ത മദ്യപാനിയായിരുന്നതിനാൽ ഒരു ഘട്ടത്തിൽ സ്വന്തം മകളെ തന്നെ അയാൾ ലൈംഗികമായി അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ മനസ്സിലാകുന്ന ഒരു പ്രായം എത്തിയപ്പോൾ ഭാർഗവി ഇതേക്കുറിച്ച് ചോദിക്കുകയും അതൊക്കെ നിയന്ത്രിക്കാനും തടയാനും തുടങ്ങി. എന്നാൽ പിന്നീട് അവളുടെ അച്ഛൻ അവളെ അടിക്കാനും ടോർച്ചർ ചെയ്യാനും തുടങ്ങി. അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇതൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന അമ്മ തന്നെ അവളെ ഭീഷണിപ്പെടുത്തി. ആ ചെറിയ പെൺകുട്ടിക്ക് ആ സമയം എന്ത് ചെയ്യാൻ സാധിക്കും? പുറത്തു പറഞ്ഞാൽ നാണക്കേടാണ്, ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ടിയപ്പോഴാണ് ആ വീട്ടിൽ ലഭിക്കാത്ത ഒരു സ്നേഹം അവൾക്ക് പുറത്ത് ലഭിക്കാൻ തുടങ്ങി. ഡിപ്ലോമ പഠിച്ച് അവസാനിപ്പിച്ചിട്ട് ഒരു കാർ ഓടിച്ചു കൊണ്ടിരുന്ന സതീഷ് കുമാർ എന്ന യുവാവിനും ഈ പെൺകുട്ടിക്കും ഇടയിൽ ഒരു പ്രണയം ഉണ്ടാകുന്നു. ഭാർഗവിയുടെ ഭാഗ്യത്തിന് സതീഷ് കുമാർ നല്ലൊരു യുവാവായിരുന്നു. ഈ ഒരു പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞ മുരുകനും രാജേശ്വരിയും ആദ്യമൊക്കെ ഇതിൽ എതിർപ്പുകളൊന്നും ഇല്ല എന്ന രീതിയിൽ പെരുമാറിയെങ്കിലും പിന്നീട് അവരുടെ ബന്ധത്തിൽ നിന്ന് തന്നെ ഒരു വിവാഹാലോചന കൊണ്ടുവന്നു. 16 വയസ്സുള്ള ഈ പെൺകുട്ടിക്കും 36 വയസ്സുള്ള ഒരാളെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിന് കാരണം അവളുടെ പ്രസ്താവന പ്രകാരം നോക്കുകയാണെങ്കിൽ ഭാർഗവി തന്റെ പിതാവിന്റെ ഇഷ്ടങ്ങളൊന്നും അംഗീകരിച്ചില്ല, തന്റെ അച്ഛന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല. കൂടാതെ കല്യാണം കഴിക്കാൻ പോകുന്നവനിൽ നിന്നും പണം ലഭിക്കും. ഇതിനു വേണ്ടിയാണ് അവർ അങ്ങനൊരു കല്യാണം തന്നെ ഉറപ്പിച്ചത്. അതിനിടയിലുള്ള പ്രശ്നമായ ഈ ഒരു പ്രണയത്തെ തകർക്കാൻ അവർ എല്ലാ കാര്യവും ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സതീഷ് കുമാറിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും അവരെ അടിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ 12ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം ഭാർഗവി സതീഷിനൊപ്പം ആ നാട് വിട്ട് തന്നെ ഒളിച്ചോടി. ശരി, ഈ ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാർഗവി പറഞ്ഞ 3 കൊലപാതകങ്ങളാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ഈ കൊലപാതകങ്ങളെക്കുറിച്ച് ഭാർഗവിക്ക് എങ്ങനെ അറിയാം? ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. 9ാം ക്ലാസ് വരെയും തന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും പഠിച്ചുകൊണ്ടിരുന്ന ഭാർഗവതി ഒരു തവണ ലീവിന് തന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ മുരുകനും രാജേശ്വരിയും ഒരു ചടങ്ങിനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. വരാൻ 2 ദിവസം എടുക്കുമെന്നും പറഞ്ഞു. പക്ഷെ വീട്ടിൽ കുട്ടികൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഇടയ്ക്ക് വിവരങ്ങൾ അന്വേഷിച്ചു. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭാർഗവി പറഞ്ഞത്, വീടിന് മുന്നിൽ ഏതോ കറണ്ട് പോസ്റ്റ് ഇടാനായി കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, അവിടെ എന്തൊക്കെയോ കുഴിയെടുക്കുകയാണ് എന്ന് അവൾ നോർമലായി പറഞ്ഞു. ഇത് കേട്ട് രാജേശ്വരിയുടെയും മുരുകന്റെയും ഹൃദയം ഒരു സെക്കൻഡ് നിലച്ചുപോയി. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം ആ രാത്രി തന്നെ അവർ വീട്ടിലേക്ക് വന്നു. എന്തുകൊണ്ട് ഇത്ര തിടുക്കത്തിൽ വന്നു എന്ന് ഭാർഗവി ചോദിച്ചപ്പോൾ മുരുകൻ ഉറങ്ങുന്ന സമയം നോക്കി ഭാര്യ രാജേശ്വരിയാണ് ഈ 3 കൊലപാതകത്തെക്കുറിച്ചും വീടിന് മുന്നിൽ ആ ഡെഡ് ബോഡികൾ കുഴിച്ചിട്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും സ്വന്തം മകളോട് പറഞ്ഞത്. സത്യത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അവർക്ക് അറിയാൻ സാധിച്ചത് ഈ മുരുകനും നല്ലാൻപിള്ള പെട്ര എന്ന ഗ്രാമത്തിലെ ശേഖർ എന്നയാളും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവർക്കിടയിൽ ബിസിനസിന്റെ ഒരു ബന്ധമുണ്ടായിരുന്നു. നാടോടി സംഘത്തിൽപ്പെട്ട ശേഖർ മന്ത്രവാദമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ജോലികൾക്കായി അയാൾ പുറത്തേക്ക് പോയാൽ ഒരു 6 മാസം 12 മാസം ഒക്കെ കഴിഞ്ഞ് തിരികെ വരികയുള്ളൂ. ഈ സമയത്താണ് ശേഖറിന്റെ 16 വയസ്സുള്ള മകൾ ലാവണ്യയ്ക്കും മറ്റൊരു ജാതിയിലുള്ള സിലംബരസൻ എന്ന ഒരു ആൺകുട്ടിക്കും തമ്മിൽ പ്രണയം ഉണ്ടാകുന്നത്. ഇക്കാര്യം സിലംബരസന്റെ വീട്ടിലും സമ്മതിച്ചില്ല, ലാവണ്യയുടെ വീട്ടിലും സമ്മതിച്ചില്ല. പക്ഷേ ലാവണ്യയുടെ അച്ഛനായ ശേഖർ അയാൾക്കിതിൽ യാതൊരു എതിർപ്പുമില്ലായിരുന്നു. അയാൾ തന്റെ മകളായ ലാവണ്യയെയും കാമുകനായ സിലംബരസനെയും തന്റെ സുഹൃത്തായ മുരുകന്റെ വീട്ടിലേക്ക് അയച്ചു. ലാവണ്യയും വന്നപ്പോൾ വെറുതെ അല്ല വന്നത്. സ്വർണം, പണം, ഇങ്ങനെ ഒരു കുടുംബം നടത്താൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം അവൾ കൂടെ കൊണ്ടുവന്നു. ഇവർ 2 പേരും മുരുകന്റെ വീട്ടിൽ ചില മാസങ്ങൾ താമസിച്ചു. ഈ സാഹചര്യത്തിലാണ് തന്റെ സ്വന്തം മകളെ തന്നെ തെറ്റായ കണ്ണോടുകൂടി കണ്ട മുരുകൻ മറ്റൊരു പെൺകുട്ടിയെ വെറുതെ വിടില്ലല്ലോ. ലാവണ്യയോടും വളരെ തെറ്റായി പെരുമാറാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ മകളെ കാണാൻ വന്ന ശേഖർ ഈ സത്യമെല്ലാം മനസ്സിലാക്കി. തന്നോട് വിശ്വാസവഞ്ചന കാണിച്ച മുരുകനോട് അയാൾക്ക് ഒരുപാട് ദേഷ്യം വന്നു. 2 പേർക്കുമിടയിൽ ഒരുപാട് വഴക്കുണ്ടായി.
താൻ കൊടുത്ത പണമെല്ലാം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ സമയം എല്ലാം സംസാരിച്ച് അവസാനിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ മുരുകൻ അതിനു മുൻപ് നമുക്കൊരല്പം മദ്യപിക്കാം. അങ്ങനെ ആ കുടിക്കേണ്ട മദ്യത്തിൽ മുരുകൻ വിഷം കലർത്തി. ആ വിഷം കലർന്ന മദ്യം ശേഖറിന് കുടിക്കാൻ കൊടുത്തു. അയാൾ അത് കുടിച്ച് ബോധരഹിതനായപ്പോൾ ഒരു കയറുകൊണ്ട് അയാളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ശേഖറിന്റെ കൂടെ ജോലി ചെയ്ത മൂർത്തി എന്നയാളുടെ സഹായത്തോടു കൂടി വീടിന് മുൻപിൽ കുഴിയെടുത്ത് ആ ഡെഡ് ബോഡി അതിനുള്ളിൽ തന്നെ ആക്കി. ശേഖറിനെ കൊന്ന അടുത്ത ഒരാഴ്ചയിൽ ലാവണ്യയുടെ പക്കലുണ്ടായിരുന്ന പണം, ആഭരണം എല്ലാം എടുത്തു. ലാവണ്യയെ അബ്യൂസ് ചെയ്തതിനു ശേഷം അവളുടെ അച്ഛനെ കൊന്നതുപോലെ അതേ രീതിയിൽ തന്നെ ലാവണ്യയും കൊന്നു. ഇത്ര ക്രൂരമായി അവളെ കൊന്നല്ലോ. അപ്പോ ലാവണ്യയുടെ ഭർത്താവ് സിലംബരസൻ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ലാവണ്യയെ കൊന്ന് അവളുടെ ഡെഡ് ബോഡി കുഴിച്ചിടാനായി ഒരാൾ സഹായിച്ചിരുന്നു. അത് മറ്റാരുമല്ല, ആ സിലംബരസനാണ്. അതെ, മറ്റൊരു നാട്ടിൽ നിന്നും വന്ന് ലാവണ്യെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ചു കൊണ്ടിരുന്ന സിലംബരസന് കുറച്ചു ദിവസത്തിൽ തന്നെ ആ ഒരു ജീവിതം വെറുക്കാൻ തുടങ്ങി. അതിനാൽ മുരുകനുമായി ചേർന്ന് ദിവസവും മദ്യപിച്ച് അവൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അവസാനം സ്വന്തം ഭാര്യയെ കൊല്ലാനും അവൻ സഹായിച്ചു. ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടാകുമോ എന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിച്ചു അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു ചോദ്യം വരേണ്ടതാണ്. ഭാർഗവി പോലീസിനോട് പറഞ്ഞത് മൊത്തം 3 കൊലപാതകങ്ങളെ കുറിച്ചായിരുന്നു, 3 ഡെഡ് ബോഡിയെ കുറിച്ചായിരുന്നു. പോലീസ് JCB വെച്ച് അവിടെ കുഴിച്ചെടുത്തപ്പോൾ കണ്ടെത്തിയത് 3 തലയോട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ 3ാമത്തെ ഡെഡ് ബോഡി അതാരാണ് എന്നൊരു ചോദ്യം വരണം. സംശയമേ വേണ്ട, അത് ആ സിലംബരസന്റേതാണ്. ലാവണ്യ മരിച്ച ഏകദേശം 40 ദിവസം കഴിഞ്ഞ് ഈ 2 കൊലപാതകങ്ങളുടെയും ദൃക്സാക്ഷിയായിരുന്ന 20 വയസ്സ് മാത്രമുള്ള സിലംബരസനെയും അതേ രീതിയിൽ തന്നെ മുരുകൻ കൊല്ലുകയും അവിടെ തന്നെ കുഴിച്ചിടുകയും ചെയ്തു. ഈ ഒരു കൊലപാതകത്തിന് മുരുകനെ സഹായിച്ചത് മൂർത്തി എന്നയാളും മുരുകന്റെ സഹോദരനായ മധ്യരസനുമാണ്. ഫോറൻസിക് റിപ്പോർട്ടിലും DNA പരിശോധനയെല്ലാം വച്ച് മരിച്ചത് ലാവണ്യ, സിലംബരസൻ, ശേഖർ ഇവരാണെന്ന് പോലീസ് കണ്ടെത്തി, സ്ഥിരീകരിച്ചു. മുരുകന്റെ മൊഴിയിലൂടെ ഇതിൽ ബന്ധപ്പെട്ട ആളുകളെയും ഇതിനെല്ലാം മൗനം പാലിച്ച രാജേശ്വരിയെയും ഈ FIR-ൽ ഉൾപ്പെടുത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2008 ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിൽ നടന്ന ഈ കൊലപാതകം 2012-ലാണ് കണ്ടെത്തിയത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. 3 കൊലപാതകം ചെയ്തിട്ട് 4 വർഷം സന്തോഷത്തോടു കൂടി ചുറ്റി നടന്നു. ആരും തങ്ങളെ കണ്ടെത്തുകയില്ല എന്ന വിശ്വാസത്തിലായിരുന്നു അവർ ജീവിച്ചത്. എന്നാൽ സ്വന്തം മകൾ തന്നെ അവർക്ക് തികഞ്ഞ ശിക്ഷ വാങ്ങിക്കൊടുത്തു. അതെ, കൊലപാതകം സംഭവിച്ച് 12 വർഷത്തിന് ശേഷം 2020-ൽ ഈ ഒരു കേസിന്റെ വിധി വരുന്നു. ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂർത്തി മരിച്ചു. 3 കൊലപാതകങ്ങൾ ചെയ്ത മുരുകന് 3 ജീവപര്യന്തം തടവ് ലഭിച്ചു. കൊലപാതകത്തിന് സഹായിച്ചതിന് സഹോദരനായ മധ്യരസന് 1 ജീവപര്യന്തം തടവ് വിധിച്ചു. ഇവയെല്ലാം അറിഞ്ഞിട്ടും മൗനം പാലിച്ച് രാജേശ്വരിയെ കോടതി വിട്ടയച്ചു. ഈ ഒരു കേസിൽ അറസ്റ്റിലായ മുരുകൻ അതിനുശേഷമെങ്കിലും നന്നായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇടയ്ക്ക് ജാമ്യത്തിൽ പുറത്തു വന്ന അയാൾ 3 കൊലപാതകം ചെയ്താലും ഒരു ശിക്ഷയാണ്, 5 കൊലപാതകം ചെയ്താലും ഇതേ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് തൻ്റെ മകളെയും മകളുടെ കാമുകനെയും ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ സംഭവിച്ചത് വിധി വരുന്നതിന് മുൻപായിരുന്നു. എന്തെങ്ങനെയായാലും തെറ്റ് ചെയ്തയാൾക്ക് ശരിയായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്തു. ലോകത്തിലെ എല്ലാവരും സുരക്ഷിതത്വം അനുഭവിക്കുന്നത് സ്വന്തം വീട്ടിലായിരിക്കും. സ്വന്തം കുടുംബവുമായി ജീവിക്കുമ്പോൾ മാത്രമേ ആ സുരക്ഷിതത്വം ഫീൽ ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വന്തം വീട്ടിൽ പോലും യാതൊരു സുരക്ഷയും ഇല്ലാതെ പീഡനങ്ങൾക്കിരയായ, കൊലപാതക ഭീഷണികൾക്കിരയായ 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഇവയെല്ലാം സഹിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി ഒരു സമയം വരുന്നവരെ അവൾ കാത്തിരുന്നു. സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ കൂടിയും അവർ കുറ്റവാളികളാണെന്ന് പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കാരണമായി മാറി. ഇതുപോലെ ബാധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് അവൾ ഒരു റോൾ മോഡലായി തന്നെ മാറി. ആ പെൺകുട്ടിയുടെ പേരാണ് ഭാർഗവി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കേസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.